Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Workby. ഞാൻ അഷിക് ജോയ്. As usual, let us begin with a prayer. Pater noster, qui es in Charis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിസ്റ്റർ ജിങ്സൂർ കോക്ലാൻഡിന് മേഘാലയയിലെ സിസ്റ്ററിന് ലഭിച്ചിട്ടുള്ള സന്ദേശം, ദൈവകാരുണ്യയുടെ അവസാന മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള സന്ദേശമാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. ഇതിന് ഇംബർമേത്തൂറുള്ളതാണ്. മേഘാലയയിലെ ബിഷപ്പ്, ഷില്ലോങ്ങിലെ ബിഷപ്പ് ഇംബർമേത്തൂർ നൽകിയ സന്ദേശമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സന്ദേശം പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈശോ നൽകിയിട്ടുള്ള സന്ദേശമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വായിക്കാൻ പോവാണ് ഈ സന്ദേശം. എൻ്റെ മക്കളെ, പരിശുദ്ധ ബലി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല. അതായത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനാണെന്ന് ഓർക്കണം. എൻ്റെ അനേകം മക്കളിൽ നിന്ന് എനിക്ക് ലഭിക്കാൻ പോകുന്ന അധിക്ഷേപവും അപമാനവും നിന്ദനവും ഓർത്ത് എൻ്റെ സ്നേഹാർദ്ര ഹൃദയത്തിൽ ഞാൻ എത്ര വേദനിക്കുന്നുവോ. എൻ്റെ പരിശുദ്ധ ബലി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് സത്യമായും എൻ്റെ സങ്കടമാണ്. കോവിഡ് മഹാമാരി നിങ്ങൾ ഓർക്കുന്നുവോ? അക്കാലത്ത് കോവിഡിൻ്റെ കാരണം പറഞ്ഞ് എൻ്റെ അനേകം മക്കൾ എൻ്റെ ശരീരവും രക്തവും എൻ്റെ അജഗണത്തിന് വെറും ഒരു അപ്പക്കഷണം എന്ന പോലെ കയ്യിൽ കൊടുത്തതുവഴി എൻ്റെ മഹത്വത്തെ ദുഷിച്ചു. ഒന്നുകൂടെ ഞാൻ വായിക്കാം. അക്കാലത്ത് കോവിഡിൻ്റെ കാരണം പറഞ്ഞ് എൻ്റെ അനേകം മക്കൾ എൻ്റെ ശരീരവും രക്തവും എൻ്റെ അജഗണത്തിന് വെറും ഒരു അപ്പക്കഷണം എന്ന പോലെ കയ്യിൽ കൊടുത്തതുവഴി എൻ്റെ മഹത്വത്തെ ദുഷിച്ചു. ഞാൻ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. പഴയ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. 1000 തവണ പറയണമെങ്കിൽ 1000 തവണ നമ്മൾ പറയും. ഒന്ന് നോക്കൂ. കോവിഡ്, നമ്മുടെ മുമ്പിൽ എന്തൊക്കെ ന്യായീകരണങ്ങളുണ്ട്. കോവിഡാണ്, പകർച്ചവ്യാധി പകരും, സർക്കാർ പറഞ്ഞിട്ടുണ്ട്, സർക്കാർ അനുസരിക്കണം, സഭയുടെ തലപ്പത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഭാഗത്തുള്ള ന്യായീകരണങ്ങൾ. ഇത് വലിയ പകർച്ചവ്യാധിയാണ് എന്നൊക്കെയാണ് നമ്മുടെ ന്യായീകരണങ്ങൾ. ഇപ്പോഴത്തെ സൈഡിൽ ഈശോ പറയുന്ന ഒറ്റൊരു കാര്യം എന്താണ്? ഈശോ ഇവിടെ പറയണത് പേഴ്സിക്യൂഷൻ്റെ സമയത്ത് പോലും, പീഡനങ്ങൾ നടക്കുമ്പോൾ പോലും ദിവ്യബലി നിർത്തലാക്കപ്പെട്ടു, പബ്ലിക്കായുള്ള ദിവ്യബലി നിർത്തലാക്കപ്പെട്ടു, നമുക്ക് കൂദാശകൾ ലഭ്യമല്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ പോലും ഈശോ പറയുന്നത്, നിങ്ങൾ കോവിഡിൻ്റെ സമയത്ത് പരിശുദ്ധ കുർബാന കയ്യിൽ കൊടുത്ത് അത് വെറും ഒരു അപ്പക്കഷണം പോലെ നിങ്ങൾ എന്നെ നിന്ദിച്ചു, വെറും ഒരു അപ്പക്കഷണമായിട്ട് കരുതുന്നത് പോലെ നൽകിയിട്ട് നിങ്ങൾ എൻ്റെ മഹത്വത്തെ ദുഷിച്ചു. ഈശോ വളരെ സ്ട്രോങ് ആണ് ഈ കാര്യത്തിൽ. നമ്മൾ ഇതൊക്കെ പ്രൈവറ്റ് റെവലേഷനാന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ തള്ളിക്കളഞ്ഞാലും, എൻ്റെ പ്രിയമുള്ളവർ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ദൈവസ്ഥാനത്തിൽ എത്തിക്കഴിയുമ്പോൾ ഈശോ ചോദിക്കുന്നത്. ഇതൊരു ഗ്രൗണ്ട് റിയാലിറ്റിയാണിത്. അവിശ്വസ്തരായ ഇടയന്മാരെ ഈശോ പറയുകയാണ് ബിഷപ്പുമാരോടും വൈദികരോടും, കൂദാശ ചെയ്ത ഓരോ തിരുവോസ്തിയിലും ഞാൻ സത്യമായും ജീവനോടെ ഉണ്ടെന്നും എന്നെ തന്നെ ദഹനബലിക്കുള്ള കുഞ്ഞാടായി എൻ്റെ ജനത്തിൻ്റെ ആത്മീയ ഭക്ഷണമായി നൽകുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? എന്തൊരു അബദ്ധമാണിത്. എൻ്റെ വാക്കല്ലേ, ഈശോയുടേതാ. എന്തൊരു അബദ്ധമാണിത്. പരിശുദ്ധ കുർബാന പുനരാരംഭിച്ചപ്പോൾ എന്നോടും എൻ്റെ ജനത്തോടുമുള്ള സ്നേഹത്തിൻ്റെ അഭാവം എത്ര അധികമായി നിങ്ങൾ പ്രകടിപ്പിക്കുന്നു. വിശ്വസ്തരായ ഇടയന്മാർ നടത്തുന്ന ഓരോ കൂദാശ വേളയിലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഞാൻ മാറുന്നത് കാണുക. കൂദാശ ചെയ്യപ്പെട്ട ഓരോ തിരുവോസ്തിയും എൻ്റെ അജഗണത്തിനുള്ള ആത്മീയ ഭക്ഷണമാണ്. എൻ്റെ വൈദികർ കൂദാശ ചെയ്യുന്ന ഓരോ തിരുവോസ്തിയിലും എൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സത്താഭേദം സംഭവിക്കുന്നു, ട്രാൻസബ്സ്റ്റൻഷിയേഷൻ. നിങ്ങൾക്ക് ജീവൻ ആയിത്തീരാൻ വേണ്ടി എല്ലാ ദൈവ സ്വഭാവത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞാൻ തന്നെയാണ് അവിടെ സന്നിഹിതനാകുന്നത്. എൻ്റെ അജഗണത്തിന് ആത്മീയ ഭക്ഷണമായി എന്നെ തന്നെ നൽകാനും എൻ്റെ വിശ്വസ്തരായ ഓരോ മക്കളുടെയും ഹൃദയങ്ങളിൽ വസിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഓരോ പരിശുദ്ധ കുർബാനയിലും ഇറങ്ങി വരുന്നു. ഞാൻ വെറുമൊരു അപ്പക്കഷണമല്ല, എൻ്റെ ജനത്തിൻ്റെ ദാഹവും വിശപ്പും ശമിപ്പിക്കുന്ന ജീവനുള്ള മന്നയാണ് ഞാൻ.
ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വെറുമൊരു സാധാരണ അപ്പക്കഷണം പോലെ എന്നെ എൻ്റെ ജനത്തിന് വിതരണം ചെയ്യുന്ന എൻ്റെ ചില ഇടയന്മാരുടെ ഹീനവും പ്രകോപനപരവുമായ പ്രവൃത്തി ഞാൻ അർഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അയോഗ്യതയോടെ തങ്ങളുടെ കരങ്ങളിൽ എന്നെ സ്വീകരിക്കുന്ന എൻ്റെ അനേകം മക്കളുടെ നികൃഷ്ടമായ നിന്ദനം ഞാൻ അർഹിക്കുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ വായിക്കാം. അയോഗ്യതയോടെ തങ്ങളുടെ കരങ്ങളിൽ എന്നെ സ്വീകരിക്കുന്ന എൻ്റെ അനേകം മക്കളുടെ നികൃഷ്ടമായ നിന്ദനം ഞാൻ അർഹിക്കുന്നുണ്ടോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അയോഗ്യമായി എന്നെ കരങ്ങളിൽ നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും അവർ അതിന് പശ്ചാത്തപിക്കുകയും പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ദൈവ നിന്ദയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ലോകത്തിൽ എന്നെ എങ്ങനെ സ്വീകരിച്ചുവോ അതുപോലെ തന്നെയായിരിക്കും നിത്യതയിൽ എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങളും സ്വീകരിക്കപ്പെടുക. അതുകൊണ്ട് എൻ്റെ സഭയിലെ ഇടയന്മാരെ, ഭോഷന്മാരായ അജഗണമേ, നാളെ നിങ്ങൾ വിലപിക്കാതിരിക്കേണ്ടതിന് ഇന്നു തന്നെ വീണ്ടും ചിന്തിക്കുക. നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഞാൻ. കൂദാശ ചെയ്യപ്പെട്ട ഓരോ തിരുവോസ്തിയിലും അങ്ങേയറ്റം എളിമയോടെ ഞാൻ ജീവനായി മാറുന്നു. എൻ്റെ ദൈവികതയെ അനാദരിക്കരുത്. കൂദാശകൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ദുർബലമാകുമെന്ന് ഓർത്തുകൊള്ളുക. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പശ്ചാത്തപിക്കാൻ ഇടവരരുത്. ഇപ്പോൾ തന്നെ കൂദാശകളിലൂടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ കൂദാശകളോട് ആദരവ് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സത്യമായും എൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. കൂദാശകൾ സ്ഥാപിച്ചതിനൊരു കാരണമുണ്ടെന്ന് ഓർക്കുക. ആത്മാവിൻ്റെ നിത്യജീവനായി നിങ്ങൾക്കാവശ്യമായ പോഷകങ്ങൾ ആണവ. അതില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് മരിക്കും. ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. പിതാവായ ദൈവത്തിൽ നിന്നുള്ള സമ്മാനമായി നൽകപ്പെട്ടിരിക്കുന്ന ഈ കൂദാശയെ ആദരിച്ചുകൊണ്ട് എന്നെ യോഗ്യമായ വിധത്തിൽ ആശ്ലേഷിക്കുക. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, ഇനി ഈശോയുടെ ആഗ്രഹം ഈശോ പറയുകയാണ്. ഇത് ആരും പഠിപ്പിക്കാനോ നമുക്ക് യാതൊരുവിധ യോഗ്യതയില്ല, പക്ഷേ ഇത് ഈശോയുടെ ആഗ്രഹമാണ്. ഈശോ പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, പരമപരിശുദ്ധ ദിവ്യകാരുണ്യം മനുഷ്യകരങ്ങളാൽ മലിനമാകാതെ നാവിൽ തന്നെ സ്വീകരിക്കപ്പെടണം എന്നതാണ്. ക്ലിയർ. ഇതിൻ്റെ അപ്പുറത്ത് ഒരു അപ്പീലില്ല. ഇതുകൊണ്ടാണ് ഞാൻ നിരന്തരം എത്ര തവണ പറഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. പരിശുദ്ധ കുർബാന മുട്ടുകുത്തി നാവിൽ സ്വീകരിക്കുക. ഇത് മൂന്നാം ലോക മഹായുദ്ധത്തെ വരെ തടഞ്ഞു നിർത്തും. കാരണം ഈ ലോകത്തുള്ള സഭയിൽ സംഭവിക്കുന്നതും ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങൾക്കും പ്രായശ്ചിത്തം നമ്മൾ ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ വരാനിരിക്കുന്നതൊക്കെ നീങ്ങിപ്പോകും, ഇതൊക്കെ മാറിപ്പോകും, ഇതൊക്കെ ഡൈല്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നേരിട്ട് ചെയ്യുന്ന നിന്ദനം, ദൈവം തന്നെയായിട്ടുള്ള പരിശുദ്ധ കുർബാനയോടുള്ള നിന്ദനത്തിന് പരിഹാരം ചെയ്യണം. ഇതുകൊണ്ടാണ് വ്യക്തിപരമായിട്ട് ഞാൻ മുട്ടുകുത്തി നാവിൽ സ്വീകരിക്കുന്നത്. ആൾക്കാർ പലതും പറയും, പക്ഷെ അതൊക്കെ നമ്മൾ ഈ ദിവികാരണ നിന്ദനങ്ങൾക്ക് പരിഹാരമായിട്ട് ആ ആൾക്കാർ പറയുന്ന കുറ്റപ്പെടുത്തലുകളൊക്കെ സമർപ്പിച്ചിട്ട് നമ്മൾ മുട്ടുകുത്തി നാവിൽ സ്വീകരിക്കുക. അപ്പോൾ ഈശോയുടെ ആഗ്രഹം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, പരമപരിശുദ്ധ ദിവ്യകാരുണ്യം മനുഷ്യകരങ്ങളാൽ മലിനമാകാതെ നാവിൽ തന്നെ സ്വീകരിക്കപ്പെടണം എന്നതാണ്. ഈ പുതിയ നിയമങ്ങളൊന്നും ഞാൻ ആത്മാവിൽ നൽകിയവയല്ല. ഏത്? പരിശുദ്ധ കുർബാന കൈകളിൽ നൽകുക എന്നുള്ള നിയമം. ഈശോ പറയുകയാണ്, ഈ നിയമങ്ങളൊന്നും ഞാൻ ആത്മാവിൽ നൽകിയവയല്ല, എൻ്റെ അപ്പസ്തോലന്മാർ പഠിപ്പിച്ചതനുസരിച്ചുമല്ല. അതുകൊണ്ട് ഇക്കാര്യത്തെ ഗൗരവമായിട്ടെടുക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈശോ ചോദിക്കുകയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എൻ്റെ ദൈവികതയെ കാത്തു സൂക്ഷിക്കണം എന്നതിനാൽ ഒരിക്കലും പരിശുദ്ധ കുർബാന കൈകളിൽ കൊടുക്കരുത്. ഞാനതിലൊട്ടും സന്തോഷിക്കുന്നില്ല. അടിവരയിട്ട് എല്ലാ മെത്രാന്മാരും എല്ലാ വൈദികരും ഈ വരി അടിവരയിട്ടിട്ട് തങ്ങളുടെ റൂമിൽ ഫ്രെയിം ചെയ്ത് ഒട്ടിച്ച് വെക്കണം. ഈശോ പറഞ്ഞ വാക്കുകൾ, എൻ്റെ ദൈവികതയെ കാത്തു സൂക്ഷിക്കണം എന്നതിനാൽ ഒരിക്കലും പരിശുദ്ധ കുർബാന കൈകളിൽ കൊടുക്കരുത്. ഞാനതിലൊട്ടും സന്തോഷിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പറയുമ്പോഴവരെ, ഇന്നും കോവിഡ് കഴിഞ്ഞിട്ട് പല രൂപതകളിലും പരിശുദ്ധ കുർബാന കൈകളിൽ നൽകുന്നത് നിർത്തിയിട്ടില്ല. ആദ്യമായിട്ട് കോവിഡ് കഴിഞ്ഞ് പരിശുദ്ധ കുർബാന
നാവിൽ മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കണ്ട സർക്കുലർ കോട്ടപ്പുറം രൂപതയുടെ മെത്രാൻ്റെത്. അദ്ദേഹം വന്നു വിത്തിൻ 1 month ഇദ്ദേഹം ഇത് ചെയ്തു. ഇതാണ് റിയൽ ട്രൂ ഷെപ്പേഴ്സ്. പലതവണ എനിക്കറിയുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ട് അവർ പരിശുദ്ധ കുർബാന ദേ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. പരിശുദ്ധ കുർബാന കൈകളിൽ കൊടുക്കേണ്ടത് നിർത്താനോ? ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടെന്നേ, ഞങ്ങൾക്ക് മീറ്റിംഗ്സ് ഉണ്ട്. പരിശുദ്ധ കുർബാന കയ്യിൽ കൊടുക്കുന്നത് നിർത്താനോ നിങ്ങൾക്ക് സമയമില്ല. ഒരു സർക്കുലർ ഇറക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ആഷിക്ക് പറഞ്ഞിട്ട് വേണ്ട ഞങ്ങൾ സർക്കുലർ ഇറക്കാൻ. ഞങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഇനി പരിശുദ്ധ കുർബാന, അതായത് ഈ സർക്കാർ സിസ്റ്റം പോലെയാണ്. ഒരു കുഴി കുഞ്ഞു കുഴിയാണെങ്കിൽ ഈ കുഴി വികസിച്ച് പാതാളക്കുഴി പോലെ ആയിട്ട് ആ കുഴിക്കകത്ത് ആരെങ്കിലും വീണ് മരിച്ചു കഴിഞ്ഞാലാണ് സർക്കാർ താറിടുക. അല്ലേ? കേരളത്തിൽ ഇതാണ് അവസ്ഥ. ഇതുപോലെ 5 വർഷമായി കോവിഡ് കഴിഞ്ഞിട്ട് പരിശുദ്ധ കുർബാന ഇപ്പോഴും വളരെ നിന്ദ്യമായിട്ട് കൈകളിൽ കൊടുത്ത് ബിസ്ക്കറ്റ് ചവക്കണത് പോലെ ചവച്ചരച്ച് പോണത് കാണുമ്പോൾ ഒരു വൈദികനും ഒരു മെത്രാനും ഒരു പ്രശ്നമില്ല. നാളെ വാർത്തയിൽ വരണം, കോഴിക്കോട് രൂപതയിൽ പരിശുദ്ധ കുർബാന സാത്താൻ ആരാധകർ കിട്ടി, കണ്ണൂർ രൂപതയിൽ പരിശുദ്ധ കുർബാന സാത്താൻ ആരാധകർക്ക് കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ മെത്രാന്മാരെന്ത് ചെയ്യും? ഉടനെ സർക്കുലർ ഇറക്കും. ഈശോ നിന്ദിക്കപ്പെട്ടാലേ ഇവരുടെ കണ്ണുകൾ തുറക്കപ്പെടുള്ളൂ. ആരെങ്കിലും മരിക്കണം. അതായത് സാക്ഷാൽ ഈശോ നിന്ദിക്കപ്പെട്ട് സാത്താൻ ആരാധകരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലേ ഈ മെത്രാന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടുള്ളൂ. അതുകൊണ്ടിട്ട് പറയുമ്പോഴവരെ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഈശോ നിന്ദിക്കപ്പെട്ടിട്ട് ഇവരുടെ കണ്ണുകൾ തുറക്കപ്പെടാനാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഒരു സർക്കുലർ ഇറക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. എന്തിനാണ് ഇവർ ഈ സ്ഥാനത്ത് ഇരിക്കേണ്ട ആവശ്യം? എന്തായാലും ഈശോയുടെ വേദന തന്നെയാണ് എൻ്റെ വേദന. അതിൽ ഇമോഷണൽ ആവുന്നതിൽ യാതൊരുവിധ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ആഗ്രഹം പരിശുദ്ധ കുർബാന മനുഷ്യകരങ്ങളാൽ മലിനമാകാതെ നാവിൽ തന്നെ സ്വീകരിക്കപ്പെടണമെന്നതാണ്. എൻ്റെ ദൈവികതയെ കാത്തു സൂക്ഷിക്കണം. പരിശുദ്ധ കുർബാന കൈകളിൽ കൊടുക്കരുത്. ഞാനതിലൊട്ടും സന്തോഷിക്കുന്നില്ല. ഈശോ ഇങ്ങനെയുള്ള മെത്രാന്മാരെ വിളിക്കുന്നത് അവിശ്വസ്തരായ ഇടയന്മാർ. നിങ്ങൾക്കറിയാം പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട്. നിങ്ങൾക്കറിയാം പരിശുദ്ധ കുർബാന നിന്ദിക്കപ്പെടുന്നുണ്ട്. കൈകളിൽ നൽകുമ്പോൾ, ഓരോ പരിശുദ്ധ കുർബാന കൈകളിൽ നൽകുമ്പോൾ ഒരു വിശ്വാസം സ്വീകരിക്കുമ്പോൾ ഒരു ചെറു തരി പോലും താഴെ വീഴുന്നില്ലെന്ന് ആർക്കെങ്കിലും ഉറപ്പ് വരുത്താൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ ദിവികാരണ നിന്ദനം നടക്കുന്നുണ്ട്. എന്നിട്ട് താഴെ വീണ തിരുവോസ്തിയുടെ മുകളിലൂടെയാണ് ബാക്കിയുള്ള വിശ്വാസികൾ മൊത്തം ചവിട്ടി നടന്നു വരുന്നത്. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നമ്മൾ സിബോറിയും അരുളിക്ക, കാസ, പീലാസ ഇതൊക്കെ കന്യാസ്ത്രീകളും സാക്രിസ്റ്റിയിൽ നമ്മുടെ കപ്പിയാര് ചേട്ടനും അൾത്താരപാലന്മാരും വെള്ള തുണി കൊണ്ട് കൂട്ടി പിടിക്കണം? എന്തുകൊണ്ടാണ്? കാരണം അവരുടെ കരങ്ങൾ പൂശപ്പെട്ടിട്ടില്ല. പൂശപ്പെട്ട കരങ്ങൾ മാത്രമേ ഇത് പിടിക്കാവൂ എന്ന് സെൻറ്റ് തോമസ് അക്വീനാസും ട്രെൻഡ് കൗൺസിലും പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അൾത്താരപാലന്മാരെന്ത് ചെയ്യുന്നത്? ഈ വെള്ള തുണി കൂട്ടിപ്പിടിച്ചിട്ട് അവർ സാക്രിസ്റ്റിയിൽ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നത്. എന്നാൽ വൈദികർ ഒരിക്കലും അവർ ചെയ്യില്ല. വൈദികർ അത് നഗ്നമായ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവരിത് ചെയ്യുന്നത്. കാരണം അവരുടെ കാര്യങ്ങൾ പൂശപ്പെട്ടതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വിശുദ്ധ പാത്രങ്ങൾ, ഈ സാക്രഡ് വെസൽസ് വെള്ള തുണി കൂട്ടിപ്പിടിച്ചിട്ട് എടുക്കാമെങ്കിൽ, അത് നിങ്ങളുടെ നഗ്നമായ കൈകൾ കൊണ്ട് എടുക്കാനുള്ള അധികാരമില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കരം കൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കുന്നത്? പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തിൻ മുളിയേരിപ്പൂസ് et benedictus fructus ventris tui, Iesus, Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christore.